ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, സുഖമായിരിക്കുന്നല്ലോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ അല്ല കേട്ടോ, അത്യാവശ്യം നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് അക്ഷയയിലേക്ക് ഒന്ന് പോകണം, മോനെ ആധാർ കാർഡ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പാത്തോസിന് കൊടുക്കണം, കൈയോടെ തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ. പിന്നെ സുഡാപ്പിക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ എൻ്റെ ആധാർ കാർഡ് വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ കേട്ടോ. പക്ഷേ എൻ്റെ അപ്ഡേഷന് കൊടുത്തിട്ട് കുറച്ച് നാളായി ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതെന്താ സംഭവം എന്നറിയില്ല, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പോണത്. അപ്പോൾ ഞാനും പിന്നെ എൻ്റെ കൂടെ തന്നെ സജനത്തെയുണ്ട്, സജനത്താടെ മോൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. പിന്നെ മൂത്താളെയും കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകണ്ടല്ലോ ചോദിച്ചു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും അടുത്തുള്ളവരൊക്കെ ജോലിക്കാരാണ് കേട്ടോ. അപ്പോൾ അധികം ഇവിടെ പുറത്ത് അങ്ങനെ ആരെയും കാണില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്കായി പോവും. പിന്നെ ഞാൻ എവിടേക്ക് പോകുമ്പോഴായാലും പിള്ളേരെ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഇവിടെ എവിടെയും നിർത്തിയിട്ട് പോകുന്ന ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകാനുണ്ട്, ടൗണിലേക്ക്. അത് പോരാണ്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ വേഗം എണീറ്റു, ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചായയൊക്കെ റെഡിയായി. പിന്നെ അത് വേഗം ചോറ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ച് വരുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് ആവും. അക്ഷയയിലൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ കാരണം കൊണ്ട് അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ അലോട്ട്മെൻറ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികളൊക്കെ വന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നേരത്തെ ഇറങ്ങാൻ വെച്ചു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആധാർ കാർഡ് എടുക്കാണ്ട് പറ്റില്ല, അപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ. അപ്പോൾ ഇതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ടോ പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ പോയി വന്നപ്പോഴൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതിപ്പോൾ പോയിട്ടൊന്നും റെഡി ആയിട്ടൊന്നുമില്ല. ഇപ്പം എന്തായാലും ഇന്നും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ പിന്നെ ഞാൻ പൂരിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്കുള്ള കറിയും കൂടി, അപ്പോൾ രണ്ടിനും കൂടി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതേ ചോറിന് വെള്ളം വെച്ച് ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ പൂരിക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പൂരിക്ക് ഇത് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആട്ടപ്പൊടിയല്ല, അവിടെ ഗോതമ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഞാൻ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നത്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആ ലൈക്കിൻ്റെ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഭയങ്കരമായിട്ട് ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്, അതുപോലെ തന്നെ കമൻറ്റൊക്കെ കുറവാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, അത്രയ്ക്ക് തന്നെ കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കിവിടെ ഇന്നിപ്പോൾ പൂരിയും ഉരുളക്കിഴങ്ങ് സബോളയും, അത് നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിലേക്കും ആവും. പിന്നെ എന്തെങ്കിലും മുട്ട പൊരിക്കുകയോ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യം കൂടെ റെഡി ആയിട്ടും. അപ്പോൾ എന്തായാലും ചോറ് അവിടെ തിളക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇനി കറിക്കുള്ള സെറ്റ് ചെയ്യാം. പിന്നെ പൂരിക്കുള്ളത് ഞാൻ അവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങും സബോളയും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ആദ്യം കുക്കറിലിട്ടിട്ടൊന്ന് 2 വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വേവും, 1 വിസിലൊക്കെ മതിയാവും, എന്തായാലും നോക്കാം. അതിൻ്റെ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയെടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി സബോളയൊക്കെ അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് വേഗം അതൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കാം. പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ കയ്യോടെ അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ലോഡ് പാത്രങ്ങളാവും. പ്രത്യേകിച്ച് ഇന്ന് പുറത്തേക്ക് പോകേണ്ട കാരണം കൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പറ്റുള്ളൂ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി നല്ല നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരെയും വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ, എന്നാലാണ് എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, സബോളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് വേഗം റൈസ് കുക്കറിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് റേഷൻ അരിയൊന്നും അല്ല കേട്ടോ, നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഇറക്കി വെച്ച് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് റൈസ് കുക്കറിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും ചോറ് അവിടെ സെറ്റ് ആവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക ഒന്ന് പഴുക്കട്ടെ എന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്ക മുറിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചട്ടിയിലാണ് നമ്മളിത് ഉരുളക്കിഴങ്ങ് സബോളയും കറി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ചട്ടിയിലാകുമ്പോൾ നമുക്ക് പിന്നെ കറി എന്താ പറയുക പെട്ടെന്ന് കേടാവുന്നുള്ള ഒരു ഇതും കൂടി വേണ്ട കേട്ടോ.
പിന്നെ ഞാനിപ്പോൾ സാധാരണ എന്താ പറയുക, നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് അടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കറി ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ കൂടിയ കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് 2 ദിവസം പണി കിട്ടി. 2 ദിവസം കറി കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മക്കളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എടുത്ത് കറി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും. പിന്നെ അങ്ങോട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ വൈകുന്നേരം കഴിക്കുന്ന സമയത്ത് നമുക്കിവിടെ വെപ്പും കൂടിയൊക്കെ ഒരു നേരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വെക്കുന്നത്, അതായത് ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ രാത്രിക്കായാലും ഉച്ചയ്ക്കുള്ളതും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാക്കാറ്. അത് വേറെ വേറെ സെപ്പറേറ്റ് അങ്ങോട്ട് ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിൽ നിന്ന് മാറ്റി വെക്കുക അങ്ങനെയൊന്നുമില്ല, ഒരുമിച്ച് തന്നെ അങ്ങോട്ട് വെക്കാനാണ് കേട്ടോ പതിവ്. അങ്ങനത്തെ സബോളൊക്കെ ഒന്ന് വാടിയതിൻ്റെ ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ മസാലപ്പൊടിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ കറണ്ട് ഒന്ന് പോയിട്ടുണ്ട് രാവിലെ തന്നെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കറണ്ട് വരുന്ന നോക്കി നിന്നായിരുന്നു, നമ്മളെ പണി നടക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ മസാലപ്പൊടികളിത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് എല്ലാ മസാലയും കൂടി ഇവിടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കണം. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്ന്, എൻ്റെ ഗ്യാസിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അടുപ്പിന്. ഇനിയിപ്പോൾ അത് ഇതിലെ ആൾക്കാർ വരുന്ന സമയത്തൊന്ന് നന്നാക്കണം വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇവിടെ എന്താണെന്നറിയും, നമ്മൾ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമെന്നറിയില്ലേ, ഒരു പണി കഴിയുമ്പോൾ ഒരു പണി, ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. എന്തും ഒരു പണിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതങ്ങോട്ട് തീർത്ത് വരുമ്പോഴേക്കായിരിക്കും കേട്ടോ അടുത്ത പണി. അപ്പോൾ അതാ ഞാൻ വാഷിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതങ്ങോട്ട് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഇത് അടുത്ത പണി വന്നിട്ടുണ്ട്. അടുത്ത പണി വേറൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ പിന്നീട് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ആ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ മസാല ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 സെക്കൻഡ് ഒന്ന് വെറുതെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി അവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉള്ളി ഒന്ന് വാട്ടിയിട്ട് കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. സബോളയൊക്കെ വാട്ടി വെച്ചതല്ല, കാരണം കൊണ്ട് ഞാൻ ആ ഒരു താളിപ്പിനി റെഡിയാക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. ഇനി കറി നമുക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വേഗം പൂരി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലും ഒരു പണി കിട്ടി. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ എവിടേക്കെങ്കിലും പോകാനായിട്ട് ധൃതി പിടിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഓരോ പണികൾ കിട്ടുക. അത് വേറെ ഒന്നല്ല, ഞാൻ ഈ കടയിൽ നിന്ന് മേടിച്ച പൊടിയായിരുന്നു കേട്ടോ, ഗോതമ്പ് പൊടി. അപ്പോൾ അതിലെന്തോ കൂട്ടെന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കത് കുഴച്ചപ്പോൾ തന്നെ ഇങ്ങനെ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നറിയില്ല. ഇത് ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് ഒന്ന് പൂരിയൊക്കെ ഉണ്ടാക്കി ഒന്ന് എടുക്കണ സമയത്ത് എന്ന് വെച്ചാൽ വല്ലാണ്ട് എണ്ണ കുടിക്കേണ്ടി കേട്ടോ. എന്ത് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയത്. പക്ഷേ ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വീർത്ത് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മക്കൾക്കും കാലത്ത് തന്നെ എണ്ണ പലഹാരം കൊടുക്കാൻ എനിക്ക് വലിയ തൃപ്തിയൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടവുമില്ല. പക്ഷേ മക്കൾക്ക് കുറച്ച് ദിവസമായി പൂരി ഉണ്ടാക്കി കൊടുത്തിട്ട്, അത് എന്നും പൂരി കേട്ടോ. പിന്നെ ഈ എണ്ണ പലഹാരം കഴിക്കുന്നത് അത്രയും നല്ലതല്ലല്ലോ രാവിലെ തന്നെ. ദിവസം നമുക്ക് വല്ലാണ്ട് എന്താ പറയുക, തലയ്ക്ക് ഒരു മത്തടിച്ച പോലെ ആയിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പൂരി അങ്ങനെ ഇപ്പം അധികം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിനൊരു തൃപ്തി ഇല്ല കേട്ടോ. ഇതെങ്ങനെ മക്കൾക്ക് കൊടുക്കുമെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് മാറ്റി കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി പൊടി അങ്ങോട്ട് ചേർത്തു, റവയും കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് കുഴച്ചെടുത്തപ്പോൾ സെറ്റായിട്ട് സംഭവം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലോണം അങ്ങോട്ട് വീർത്തൊക്കെ അങ്ങോട്ട് വന്നു. ഈ എണ്ണ കുടിക്കുന്ന പൂരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീർത്ത് വരില്ല, എന്നാൽ അതിങ്ങനെ ഒരു വെള്ള കളറായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. നല്ല എത്ര നേരം നമ്മൾ എണ്ണയിലിട്ടാലും ഒരു എന്താ പറയുക, വീർത്ത് വരില്ല, എന്നാൽ കാണാനും നമുക്കറിയാം എണ്ണ കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും 2 എണ്ണം ഞാൻ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. 2 എണ്ണം ഉണ്ടാക്കിയതോ, ഇത് 2ാമത്തെയാണ് ഇപ്പോൾ കേട്ടോ. പക്ഷെ എനിക്കത് ഉണ്ടാക്കിയതോടുകൂടി ഒരു സമാധാനം എന്ന് പറയുന്നതില്ല കേട്ടോ മക്കൾക്ക് കൊടുക്കാനായിട്ട്. മോനാണെങ്കിൽ ക്യാമ്പും കഴിഞ്ഞ് വരുന്നിട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കണത്. അപ്പോൾ പിന്നെ അത്രയും നേരം തുള്ളി കളിച്ചെല്ലാം കളിയും വന്ന് ഇതൊക്കെ കഴിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ആയിരിക്കുമല്ലോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് കുഴച്ചെടുത്ത് പിന്നെ ഉണ്ടാക്കിയ പൂരികളൊക്കെ നല്ല പോലെ തന്നെ അവിടെ പപ്പടമൊക്കെ ഇങ്ങനെ പൊരിഞ്ഞ് വരില്ലേ വീർത്തിട്ട്, അതുപോലെ തന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ പൂരി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എനിക്ക് കമൻറ്റ് വരുന്നുണ്ടായത് പൂരിയാണോ പപ്പടാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കുകയും ചെയ്യുക. ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എണ്ണ കുടിക്കാത്ത നല്ല പൂരിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ പൊടിയുടെ എന്തോ ഒരു മിസ്സിങ് ആണ് കേട്ടോ. ചില സമയത്തൊക്കെ ഇങ്ങനെ ഓരോ പൊടികളിലൊക്കെ കൂട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണേക്കാം, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും സംഭവം നമ്മുടെ പൂരി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. മൈദപ്പൊടിയൊക്കെ ഉണ്ടായ കാരണം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. നേരത്താണെങ്കിൽ ഒന്നുമില്ല, അരിപ്പൊടി ഉണ്ട്, പക്ഷെ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് സമയം പിടിക്കുകയും ചെയ്യും. മക്കൾക്കാണ് അത് കഴിക്കാനുള്ള ആഗ്രഹമില്ല കേട്ടോ. സംഭവം എന്തായാലും നന്നായിട്ടുണ്ട്, നമ്മുടെ പൂരിക്കട സെറ്റായിട്ടുണ്ട്.
അതുപോലെ തന്നെ ചിക്കൻ ഇല്ലാത്ത നമ്മുടെ ചിക്കൻ കറി, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കുറച്ച് കുറുകിയിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളിതേ ഇറങ്ങി കേട്ടോ. അപ്പോൾ സദനത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ഞാനും പാത്തൂസും ഇറങ്ങിയിട്ടുണ്ട്. സുഡാപ്പിയും ദിലും അവിടെ റൂട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, എന്നെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അവരോട് നടന്നോ ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു വാഴ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പാത്തൂസ് എൻ്റെ പുറകെ കൂടി വരുന്നുണ്ട്. പാത്തൂസ് പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതേ കയ്യും പിടിച്ച് ഞാനും പാത്തൂസ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ മൂലയിൽ പോയി നിന്നിട്ട് അവിടെ നിന്നാണ് വണ്ടി കയറുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതേ ഓട്ടോറിക്ഷ ഇറങ്ങി നമ്മൾ അക്ഷയയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അക്ഷയയിലേക്ക് എത്തി. ഞങ്ങളിതേ സംഭവം സത്യം പറഞ്ഞാൽ ഈ അക്ഷയയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. സാധാരണ നമ്മൾ അക്ഷയൊക്കെ അടുത്താണ്, പക്ഷേ ഇത് കുറച്ച് ലോങ്ങാണ്. ഇവിടെയാണ് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതൊക്കെ സംഭവം കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. എന്തായാലും ഞങ്ങൾ തപ്പിപ്പിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം. അങ്ങനെ ദേ അക്ഷയയിലേക്ക് എത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ എന്ന് വെച്ചാൽ അവിടെയുള്ള സ്റ്റാഫ് 2 ലേഡീസ് സ്റ്റാഫാണ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പെരുമാറ്റവും അതുപോലെ തന്നെ നല്ല സ്പീഡിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. വേഗം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റേത് കഴിഞ്ഞു. മോൻ്റെ ആധാർ പുതുക്കാനും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അപ്ഡേഷൻ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോൻ്റെ ആധാർ പുതുക്കാനായിട്ട് ഇതവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അവനെ. അപ്പോൾ അവൻ്റെ ആധാർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്, പിന്നെ മുടിയൊക്കെ നല്ല പോലെ തന്നെ വളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് വെട്ടാനായിട്ട് പോകണം. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ പറയട്ടെ ഞാൻ അവനോട്. എടുക്കാൻ പറയുന്ന സമയത്ത് എന്തായാലും അങ്ങനെ ഇതേ നമ്മളവിടെ നിന്ന് ആധാറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും എൻ്റേത് പുതിയത് കിട്ടുക. ആ സമയത്ത് വേണം പാത്തൂസിനൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. സുഡാപ്പിക്കും പാത്തൂസിനും. അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വണ്ടിയിൽ കയറി. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ അവരെന്തായാലും കുറുക്കഞ്ചേരി ഇറങ്ങാൻ ഞങ്ങൾ നേരെ തൃശ്ശൂർക്കും പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടിയിൽ കയറി. അപ്പോൾ ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്, സജനത്തെയും വീഡിയോ എടുക്കുന്നുണ്ട്, 2 പേരാണ്. അപ്പോൾ ആളെ തലേന്ന് തട്ട ഊരിപ്പോയിട്ടോ. അപ്പോൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, വീഡിയോ എടുക്കുന്നില്ല, തട്ട ഊരിപ്പോയി, അത് കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോയിൽ ആകെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദേ അവിടെ നിന്ന് വരുന്ന ഭാഗം ഒരു പാടമൊക്കെ കണ്ടങ്ങനെ നമ്മളതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ വിശേഷങ്ങളൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.